ആയിട്ട് നമുക്ക് അടിപൊളി നാടൻ ചക്കയും ചിക്കൻ കറിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ടേ, അതുകൊണ്ടാണ് ചിക്കൻ പീസ് എടുക്കാത്തത്. ചിക്കൻ പീസും കൂടെ എടുക്കാം. ഓ, വയൽ കപ്പലോടുന്നു ഗൈസ്. ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ തന്നെ ഇന്ന് പലർക്കും മനസ്സിലായി കാണുമല്ലോ, ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ചിക്കൻ കറിയാണ് ഗൈസ്. നമുക്ക് ഗ്യാസൊക്കെ ഓണാക്കാം. ഇന്ന് എപ്പോഴും നമ്മുടെ അമ്മയല്ലേ ചിക്കൻ കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കങ്ങ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നമുക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അമ്മ സ്ഥലത്തില്ല, അമ്മ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ട്. അപ്പം അമ്മ വരുമ്പോഴേക്ക് ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ചേച്ചിയുണ്ട്, ചേച്ചിയെ ഞാൻ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ഞാൻ ഓൾറെഡി ജോലി സ്ഥലത്ത് ഞാനാണല്ലോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹം, നീ നാട്ടിൽ വരുമ്പോൾ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി തരണേന്ന്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ട് ഇച്ചിരി ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിഞ്ഞ് നമുക്ക് ആവശ്യമായ ഓയിൽ ഇതിലോട്ടൊന്ന് ഒഴിക്കാം. എത്ര ശരിയായി വരുമെന്ന് അറിയത്തില്ല. നമ്മളവിടെ ഇച്ചിരി തട്ടിക്കൂട്ട് ചിക്കൻ കറിയൊക്കെ ആണല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ അച്ഛനും അമ്മയും ചേച്ചിയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടല്ലോ, അവർക്കും കൂടി ഇഷ്ടപ്പെടണ്ടേ. ആ രീതിയിൽ ട്രൈ ചെയ്യാം, നോക്കാം. നമുക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ തേങ്ങ, പിന്നെ സവാളയും കുഞ്ഞു ഉള്ളി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ഇട്ടാൽ നമുക്ക് ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 2 തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചിക്കന് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് ചെയ്യാൻ. അത് ഞാൻ കാണിക്കാവേ. ഞാൻ ആദ്യം അപ്പം അതിലോട്ട് ഇച്ചിരി കോക്കനട്ട് ഇട്ടേക്കാം. തേങ്ങ ഇച്ചിരി ഗോൾഡ് കളർ ആകുമ്പം നമ്മൾ ഇതിലോട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കേണ്ടതാണ്. ഇത് ഇച്ചിരി കൂടെ ഒരു 2-3 മിനിറ്റ് ഇരുന്നാൽ മതി എന്ന് തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്യാവേ. തേങ്ങ ഒന്ന് സെറ്റായി വരാൻ ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 സ്പൂൺ 1-1.5 സ്പൂണോ മുളക് പൊടി ഇട്ടിട്ട് അതിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് അത് മിക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് മാറ്റി വെക്കണം. എന്തായാലും ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഇതൊന്ന് ആ മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലും ഒന്ന് സെറ്റായി വരും. അതിന് വേണ്ടിയാണ് കേട്ടോ. നമുക്ക് ആവശ്യമായ സവാളയും കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് ചേർക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, കൊച്ചുള്ളി ആണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടും ചിക്കൻ കറിക്കതിന് വേണ്ടിയാണ്. നമ്മൾ ആവശ്യമായ തക്കാളി, പിന്നെ 2 പച്ചമുളകും അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞതും മിക്സ് ചെയ്യുക. ഇനി നല്ല രീതിയിൽ ഒരു 3 മിനിറ്റോളം നല്ല രീതിയിൽ അത് ലോ ഫ്ലോയിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. കുറച്ച് ഇടാം, 2-3 ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങ് വഴറ്റി അങ്ങ് എടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ആദ്യം നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണേ. കുറച്ചിട്ട് നമ്മൾ അതിനകത്ത് ആവശ്യമായ 2 സ്പൂൺ മുളക് പൊടി. ഓൾറെഡി നമ്മൾ ചിക്കനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി മതിയേ. പിന്നെ കുറച്ച് മല്ലി, എനിക്ക് അത്ര പേരും കാര്യങ്ങളൊന്നും പൊടിയുടെ അറിയത്തില്ല, കുറച്ച് മതിയേ. കറി മസാല വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആഡാക്കാം. ഞാൻ അത് പിന്നെ വേണോ വേണ്ടിയെന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അടി പിടിക്കാനേ പാടില്ല. എല്ലാം കൂട്ടി, അതായത് സവാള, തേങ്ങ, പച്ചമുളക്, തക്കാളി എല്ലാം കൂടി ആ മസാലയായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ആകുന്നത്. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിയുടെ അനുസരിച്ചങ്ങ് ഇട്ടാൽ മതി. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഓൾറെഡി എരി കൂട്ടും, അതുകൊണ്ടാണ് ഇച്ചിരി മുളക് പൊടി കൂട്ടിയിട്ടത്. കാശ്മീരി ചില്ലിയാണ്, എരി കുറവാണ് കേട്ടോ, കളർ മാത്രമാണ് അങ്ങനെ ഉള്ളത്. ഓൾറെഡി ചിക്കൻ മറ്റേ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് വെച്ചെന്നാണല്ല, അത് നമ്മളെ ഈ കൂട്ടിലോട്ട് ചേർക്കണം. എന്നിട്ട് ആ മിക്സിലോട്ട് ഓൾറെഡി നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്തെടുക്കുക. നമ്മൾ പെരിട്ട് പോലെ എടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ചേർക്കുന്നില്ല. 1 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ അത്ര ഒന്നും വരൂല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ.
പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 5 മിനിറ്റ് ഇച്ചിരി ഫ്ലോ കൂട്ടിയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. ഇന്ന് വെള്ളം ഓൾറെഡി ഇറങ്ങുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി വേവണ്ടേ, ചിക്കൻ വേവണമല്ലോ. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ചേർക്കാം. വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. ഓൾറെഡി നമുക്ക് ചിക്കൻ നല്ല രീതിയിൽ വേവണമല്ലോ. അപ്പം എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇതിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഉപ്പ് ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. കുറച്ച് ഇട്ടാൽ മതി. അതൊന്നും കൂടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ചേച്ചി പറഞ്ഞ് കുറച്ച് കറി മസാലയും കൂടി ഇടുക, അപ്പോഴേ ടേസ്റ്റ് കൊടുത്തോളണം. അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടി നിൽക്കട്ടെ. നല്ല രീതിയിൽ തിളച്ച് വന്നപ്പം നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന കേട്ടോ. കുറച്ച് യൂസ് ചെയ്തു. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഒന്ന് വിതറി കൊടുക്കുക. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടിച്ചു വെച്ച് ആയിട്ട് നമുക്ക് അടിപൊളി നാടൻ ചക്കയും ചിക്കൻ കറിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ചിക്കൻ പീസ് എടുക്കാത്തത്. ചിക്കൻ പീസും കൂടെ എടുക്കാം. ഓ, വായിൽ കപ്പലോടുന്നു ഗൈസ്.